ആദ്യത്തെ ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ നേതാവ്. ഉത്തരം നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ നേതാവ്. 2024 കേരളത്തിൽ നിന്ന് 3ാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം ജോസ് കെ മാണി. 2024 കേരളത്തിൽ നിന്ന് 3ാം തവണയും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാരാണ്? ജോസ് കെ മാണി. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനം. പ്രേരണാസ്ഥൽ. രാഷ്ട്രശില്പികളുടെയും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും പ്രതിമകളുമായി പാർലമെന്റ് സമുച്ചയത്തിൽ തുറന്ന ഉദ്യാനത്തിന്റെ പേര് പ്രേരണാസ്ഥൽ. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 295 സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം NDA. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 295 സീറ്റുകളുമായി അധികാരം നിലനിർത്തിയ മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം NDA. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗം 8 തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തി. ഉത്തരം കൊടിക്കുന്നിൽ സുരേഷ്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗം 8 തവണ ആയതിനുള്ള റെക്കോർഡ് കുറിച്ച വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ബീഹാറിൽ പുതിയ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചതാര്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് ബീഹാറിൽ പുതിയ നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റ തെലുങ്ക് സിനിമാ താരം പവൻ കല്യാൺ. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റ തെലുങ്ക് സിനിമാ താരമാരാണ്? പവൻ കല്യാൺ. UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരത്തിന് അർഹയായ കോങ്കോയിലെ UN സമാധാന ദൗത്യത്തിലെ ഇന്ത്യൻ മേജർ ആരാണ്? രാധിക സെൻ. UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരത്തിന് അർഹയായ കോങ്കോയിലെ UN സമാധാന ദൗത്യത്തിലെ ഇന്ത്യൻ മേജർ രാധിക സെൻ. 18ാം ലോക്സഭയിലെ പ്രോടൈം സ്പീക്കറായ അംഗം ഭർതൃഹരി മെഹ്താബ്. BJPയുടെ ഭർതൃഹരി മെഹ്താബാണ് 18ാം ലോക്സഭയിലെ പ്രോടൈം സ്പീക്കറായ അംഗം. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളി ആരാണ്? അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ച മലയാളിയാണ് അനാമിക ബി രാജീവ്. 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിവസം 2024 ജൂൺ 27. 18ാം ലോക്സഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിവസം ഏതാണ്? 2024 ജൂൺ 27. അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായി ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഉൾപ്പെടെ അംഗരാജ്യങ്ങളുടെ കൂടിയാലോചനാ യോഗത്തിന് ATCM വേദിയായ ഇന്ത്യൻ നഗരം കൊച്ചി. അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായി ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഉൾപ്പെടെ അംഗരാജ്യങ്ങളുടെ കൂടിയാലോചനാ യോഗത്തിന് ATCM വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? കൊച്ചി. കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ശ്രീനിവാസ് R കുൽക്കർണി. കിഴക്കിന്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാരാണ്? ശ്രീനിവാസ് R കുൽക്കർണി. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. 2024 രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത നഗരം ശ്രീനഗർ. 2024 രാജ്യാന്തര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത നഗരം ശ്രീനഗർ. കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത അർദ്ധസൈനിക വിഭാഗം ഏതാണ്? CISF. പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്ന് ഏറ്റെടുത്ത അർദ്ധസൈനിക വിഭാഗമാണ് CISF. കേരളത്തിലെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ്. കേരളത്തിലെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് MB രാജേഷ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം ഏതാണ്? പൂനെ. പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്ന് ഭരണഘടനയുടെ 1ാം പട്ടികയിലും 8ാം പട്ടികയിലും മാറ്റുന്നതിന് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച ദിവസം 2024 ജൂൺ 24. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിനു പകരം കേരളം എന്ന് ഭരണഘടനയുടെ 1ാം പട്ടികയിലും 8ാം പട്ടികയിലും മാറ്റുന്നതിന് അവതരിപ്പിച്ച പ്രമേയം
നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച ദിവസമാണ് 2024 ജൂൺ 24.